സോ എൻ്റെ എക്സാം വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ കളിച്ചടക്കുക മാത്രമല്ല, കുറച്ച് പഠിക്കണമുണ്ട്. നാളെ CBCS എക്സാമാണ്. ആദ്യത്തെ എക്സാം ഓൾറെഡി കഴിഞ്ഞു. ആദ്യത്തെ എക്സാം ഏതായിരുന്നു ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ എക്സാം ഏതായിരുന്നു? ആദ്യത്തെ എക്സാം വന്നിട്ട് ലാബായിരുന്നു, പ്രാക്ടിക്കൽ 8-ാം തീയതി. അത് കഴിഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് സൈക്കോപെത്തോളജിയാണ്, അതും കഴിഞ്ഞു. ഇന്നിപ്പോൾ മൺഡേ 13-ാം തീയതി കഴിഞ്ഞു. ഇപ്പോൾ CBCS ആണ് നാളുള്ളത്. CBCS ചൈൽഡ് ആൻഡ് വുമൺ ഡെവലപ്മെൻ്റ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 4 പേരും ചൈൽഡ് ആൻഡ് വുമൺ ഡെവലപ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് ശരിക്കും ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, തോൽക്കൂലെന്ന് വിചാരിക്കാം. പിന്നെ റിസർച്ച് മെത്തഡോളജി ഉണ്ട്, റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഒരു ഈസി ലീവ് കഴിഞ്ഞിട്ട് പോസിറ്റീവ് സൈക്കോളജി. പിന്നെ അത് കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്റർ കഴിയാണ്, നമ്മൾ നാട്ടിലേക്ക് പോവും. എനിക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് എക്സാം ഡേയ്സ്. ഇതാണ് സ്റ്റഡി ടേബിൾ. കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ട് ചുമരിൽ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. ആക്ച്വലി ഫാത്തിമാൻ്റെ ടേബിളാണ്, പക്ഷെ ഇവരൊക്കെ ക്യാമ്പസിൽ പോയിട്ട് പഠിക്കണം, ഞാൻ ഇവിടെ ഇരുന്നിട്ട് പഠിക്കാം. CBCS സിലബസ് ആണ്. അയ്യോ, ഇത് ക്ലിയർ ആവുന്നില്ല. കണ്ടോ, ഇതാണ്. ഇതിനി 2 യൂണിറ്റ് അല്ല, ഒരു 3 യൂണിറ്റ് ഉണ്ട്, ബാക്കിലാ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കാരണം എനിക്ക് ഇപ്രാവശ്യം ഞാൻ ഭയങ്കര ഉഴപ്പിയിട്ടുണ്ട് യൂട്യൂബ് വ്ളോഗൊക്കെ എടുത്ത് നടന്നിട്ട്. ഇവിടെ കുറച്ച് പഠിക്കേണ്ടതൊക്കെ. ഐ ലവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എന്തിനാണെന്ന് എനിക്ക് അറിയില്ല, കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് വെറുക്കാൻ തുടങ്ങി. അപ്പം എങ്ങനെയെങ്കിലൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇനി എക്സാമിന് പോകുന്ന ബാക്കിയുള്ള രംഗങ്ങളൊക്കെ ഇനി എടുക്കുന്നതായിരിക്കും. സി യു ടുമോറോ അല്ല, ടുഡേ. ഇപ്പം സമയം നോക്കിക്കോട്ടെ നിങ്ങൾ. സമയം കണ്ടു ഞെട്ടും. എന്താ 3 മണി വരെ ഉറങ്ങാതെ പഠിക്കുന്ന ഒരു യുവതികളാണ് നമ്മൾ. ജുമാന പകലൊക്കെ നല്ല ഉറങ്ങും, എന്നിട്ട് രാത്രി ഇരുന്ന് പഠിക്കും. വി ആർ നൈറ്റ് ഔൾസ്. പിറ്റേ ദിവസം രാവിലെ ആയി. എക്സാമിന് ഒരു 4-5-6 മണിക്കൂറുണ്ട്. 8:45 ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സമയം 1 മണി ആയിട്ടില്ല. 1 മണിയാവാൻ ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട്. ഇന്ന് 3ാമത്തെ എക്സാമാണ് CBCS. ആദ്യത്തെ 2 എക്സാമിൻ്റെ ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഫാത്തിമ പറഞ്ഞു വ്ളോഗ് എടുക്കുന്ന. അങ്ങനെയാണ്. ശരി, എടുക്കാല്ലേ. പൊതുവെ എക്സാം ടൈമിൽ ഞാൻ വേറെ ഒന്നും ഫോക്കസ് ചെയ്യലില്ല, പക്ഷെ അങ്ങനെ എടുത്തു. ജുമാന, ഹന്നയും ഫാത്തിമയും ഓൾറെഡി നേരത്തെ പോയി. അബ്ബ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ജുമാനെ റെഡി ആവുന്നതേ ഉള്ളൂ. CBCS പഠിച്ചു എന്ന് ചോദിച്ചാൽ വായിച്ചു വിട്ടു. പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് എഴുതണമെന്ന് വിചാരിക്കണു. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. നമുക്ക് നോക്കാം. ആണ് നമ്മുടെ ലോങ് മിറർ. നമ്മൾ ബട്ട്ലേയിൽ നിന്ന് മേടിച്ചാണ്. നോക്കിക്കത്. നമുക്കിനി കണ്ടോ, നമ്മളിങ്ങനെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. രാവിലെ നമ്മൾ കട്ടൻ ചായ വെച്ചു, എന്നിട്ട് ബ്രെഡും ഓംലേറ്റും കഴിച്ചത്. ഇപ്പം നമ്മൾ ബ്രെഡും ജാമും. ഇങ്ങനെയൊക്കെയാണ് ഉമ്മമാരുടെ വിലയൊക്കെ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുക. രാവിലെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇനി 5 മണിക്കാണ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതുവരെ നമ്മൾ എന്തോ ക്യാമറയിൽ എന്തോ ഒരു ഇത്, നമ്മൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. 5 മണി വരെ ഈ ഒരു 2 ബ്രെഡാണ് നമ്മളെ സഹായിക്കുക. ഇന്നലെ രാത്രി മുതലല്ലേ, ഇന്നലെ രാത്രി ഇപ്പി നമ്മൾ ക്യാമ്പസിലെത്തി. ഇന്നൊരു ഹാഫ് അവറും കൂടി ഉണ്ട് എക്സാമിന്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജുമാന ഫുൾ പഠിച്ചില്ലേ? സെറ്റാണ്. തള്ളി മറിക്കും. നമുക്കതാ അവിടെ ഖാലിബിനെ കാണുന്നുണ്ടോ? ഇതാണ് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്. നടക്കാം. ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക്. എല്ലാവരും എക്സാമിന്റെ തിരക്കിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മാപ്പിംഗ് ഇംഗ്ലീഷ്. പഠിച്ച ഫാത്തിമ ഹന്ന പഠിച്ച ഹന്ന. സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിരിക്കണം. വെള്ളം പിടിക്കുകയാണ്. ലാസ്റ്റ് നിമിഷം റിവൈസ് ചെയ്യുന്ന ഫാത്തിമാനെ നിങ്ങൾക്ക് കാണാം. ഫാത്തിമ ഭയങ്കര പഠിക്കുന്ന കുട്ടിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 2 സെമ്മായിട്ട് ആകെ ഒരു നോട്ട്ബുക്ക് അതിന് 3 പേജ് ബാക്കിയാ.
ഗായ്സ് ഇവിടെ എല്ലാവരും ഭയങ്കര പഠിത്തത്തിലാണ്. അതാണ് നമ്മുടെ സാറ്. 2 പെന്നുണ്ട്, 2 പെന്നും ഒരു പെൻസിലും. പഠിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ എന്തൊക്കെയാ. എല്ലാവരും പഠിക്കാണ്. അന്നെ എപ്പോഴും ഒരു പഠിപ്പിച്ചിട്ടാണ്. എക്സാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ജുമാൻ എക്സാം? ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര സോഷ്യൽ വർക്കുമായിട്ട് റിലേറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നോ വേർഡ്സ്. നമ്മൾ ഇനി പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. നമുക്ക് CC-ലോട്ട് പോകാം. അതൊക്കെ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആണ്. അവർക്ക് എക്സാം കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യായിരിക്കും. എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം, നല്ലതാണ്. എക്സാം കഴിഞ്ഞ് എവരിവൺ ഡിസേർവ്സ് ആൻ ഐസ്ക്രീം. ഈ കോളേജിൽ ഏറ്റവും ജാടയുള്ളതും പൊട്ട മനസ്സുള്ളൊരു കുട്ടി അത് ഹന്യ. നമ്മളിപ്പോ എക്സാം വ്ലോഗാ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബിസിനസ് എക്സാം? ഫാത്തിമ മറ്റുള്ളവരുടെ എടുത്ത് കഴിക്കും. സത്യ റജുല ബിസിയാണ്. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് റൂമീസിനെ മന്തി കഴിക്കാൻ അബ്ബ വന്നിട്ടുണ്ട്. നമ്മള് ഹണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അബ്ബ ഒരു സബ്സ്ക്രൈബറാണ്. അബ്ബ ഒരു സ്ഥിരം ഡൽഹി വിസിറ്ററാണ്. ഒരു 3 വർഷത്തിൽ 3 വട്ടം വിസിറ്റ് ചെയ്യും. അങ്ങോട്ടും പോകും. സബ്സ്ക്രൈബേഴ്സിനോട് നീ പറയാനുണ്ടോ അപ്പ? 2 വാക്ക്. ഒരു ഹായ് പറയട്ടെ. ഒരു ഹായ്. റൂമീസിന്റെ വൈഫൈയിൽ ഊറ്റി സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്ന ഹന്ന. മെയ് 15 നാളെയാണ് സ്റ്റാറ്റി എക്സാം. 10 മണിയായി. പഠിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പഠിക്കണം. ആണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ സമയം 12:45. 15-ാം തീയതിയാണ് മെയ്. ഒരു ഉച്ചയായി. സ്റ്റാറ്റിസ്റ്റിക്സ് 4th ലെസൺ എത്തിയിട്ടുള്ളൂ. ഇനി ഒരു 3 യൂണിറ്റും കൂടി കവർ ചെയ്യാനുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ശരിക്കും എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. ഫോർമുല മാത്രം പഠിച്ചാൽ മതി, ബാക്കി നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലംസ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന ശേഷം വേറെ എന്തൊക്കെയൊക്കെയോ ഒരു പേടി, പല കാരണങ്ങൾ കൊണ്ടും ഒന്നും മനസ്സിലാവാതെയും അങ്ങനെയൊക്കെ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉഴപ്പി സ്റ്റാറ്റിസ്റ്റിക്സ്. ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നന്നായിട്ട് തന്നെ, സ്റ്റാറ്റി ഒരു ചെറിയ ഉഴപ്പി. അപ്പോൾ നാളെ എക്സാം എന്താവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ സിലബസ് ഇങ്ങനെ എൻ്റെ പഴയ ഫോണിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ പഠിക്കുകയാണ്, കണ്ടത് കോഡൊക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്, നോൺ പാരാമെട്രിക്. സോ യാ 4th ലെസൺ എത്തിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങനെ മേലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഞാൻ പറയാം, നാളെ പറയാം. ഹന്നിയും ജുമാനി ഉണ്ടാക്കിയിട്ട് പോയ ചോറ്, മോരുകറി, പിന്നെ ബ്രിഞ്ചാൾ പൊരിച്ചത്, വഴുതിരിങ്ങ പൊരിച്ചത് ആണിപ്പോൾ ഉച്ചക്ക് കഴിക്കുന്നത്. സ്റ്റാറ്റി എക്സാം. ഇനി നാളെ അവൻ 15 മിനിറ്റും കൂടി. നമ്മൾ സെഹറിന് ബിരിയാണി ഓർഡർ ചെയ്ത് ഇത് വരുമ്പോൾ റീഡിങ് റൂമിൽ നിന്നല്ല ക്യാമ്പസിൽ നിന്ന് വരുമ്പോൾ പഠിച്ചിട്ട് മേടിച്ചിട്ടാണ്. 4 ജില്ലയ്ക്ക് ഫെയർവെല്ലിൽ ലെറ്റർ ബോക്സിൽ നിന്ന് കിട്ടിയ കത്താണ്. ആരും നമ്മളെ കുറിച്ച് എന്തൊക്കെയോ സീരിയസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് അറിയില്ല, ആരാന്നറിയില്ല, ആരും അറിയാത്തവരാണ്. 4 ജില്ല. ആരാണെങ്കിൽ താങ്ക് യു, വി ലവ് യു ടു. ഇനി ഏതാനും ഒരു 2 മണിക്കൂറിന് നമ്മുടെ സ്റ്റാറ്റി എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് റൂമത്തെ സീന്. എല്ലാവരും ഭയങ്കര പഠിച്ച് ഭ്രാന്തായിട്ടിരിക്കുകയാണ്. ഹന്ന നേരത്തെ തന്നെ പോയി. ജുമാന് ഞാൻ ഫാത്തിമയും മാത്രമേ ഉള്ളൂ. എക്സാമിനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാം. ഭയങ്കര ടെൻഷനുണ്ട്. കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ഒന്നും ഓർമ്മല്ല. എല്ലാവരും വന്നിട്ടുണ്ട്.
അന്നെത്തിയിട്ടുണ്ട്. പഠിച്ചല്ല പഠിച്ച മെഹനാസൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് കാണാം. Did you study? Can you please tell me what's median? സ്റ്റാറ്റി എക്സാം കഴിഞ്ഞ് വരുന്ന വരവാണ്. നമുക്ക് റെജിലൻ്റെയും സഹലൻ്റെയും ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞോളൂ. സഹല 2 വാക്ക് പറയൂ. 2 വാക്ക് മതിയാ? ആ എന്താണ് പോയിന്റ് ബൈ സീരിയൽ വന്നില്ല അല്ലേ? ഒന്നാമത് കാൽക്കുലേറ്റർ സയന്റിഫിക് അല്ല. ഞാൻ ആരുടെ അടുത്ത് പറയണേ, ഞാൻ സയന്റിഫിക് യൂസ് ചെയ്തത്. How was the exam? Tavishi, how was the exam? ഇവിടെ എല്ലാരും ഭയങ്കര ഒരു നിരാശയിലാണ്. എക്സാം കഴിഞ്ഞു പോവാണ്. ഒരു വലിയ ടഫ് എക്സാം കഴിഞ്ഞു. ഇനി പോസിറ്റീവും ഉണ്ട്, റിസർച്ച് മെത്തഡോളജി ഉണ്ട്. സ്റ്റാറ്റി എക്സാം ഒക്കെ കഴിഞ്ഞു. ഫുള്ള് ഒതുക്കുകയാണ്. കണ്ട 6 ഒതുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഫുള്ള് ഒതുക്കുകയാണ്. കഴിഞ്ഞ സ്റ്റാറ്റി എക്സാം ഈസ് ഓവർ. ഭയങ്കര നല്ല സമാധാനം ഉണ്ട്. നമുക്ക് ഇന്ന് വന്നിട്ട് മെയ് 17 നമുക്ക് കുറേ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ റിസർച്ച് മെത്തഡോളജി ഉണ്ട്, പിന്നെ പോസിറ്റീവ് ഉണ്ട്. അത് കഴിഞ്ഞതും എക്സാം കഴിഞ്ഞു. അടുത്ത എക്സാം പോസിറ്റീവ് സൈക്കോളജി ആണ്. അല്ലല്ല, റിസർച്ച് ആണ് അല്ലേ? എന്നിട്ട് ഇവിടെ എന്താ പോസിറ്റീവ് പഠിക്കണേ? പോസിറ്റീവ് സൈക്കോളജി പഠിക്കുന്ന ഹന്നനെ നിങ്ങൾക്ക് കാണാം. ഹന്നനെ കാണൂല, അവൾ ഇതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പഠിപ്പിസ്റ്റാണ്. പിന്നെ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. കാരണം നമ്മുടെ ഗ്യാസ് കുറച്ച് സീന. നമ്മുടെ ഷംഷാദ് ഭയ്യ വന്നിട്ട് അത് ശരിയാക്കി തരുള്ളൂ. നമ്മൾ ഓർഡർ ചെയ്താണ് ഓൺലൈനിൽ. എത്രയാണ്? എത്ര രൂപയാണ്? 150 റുപ്പീസിനുള്ള ബിരിയാണിയാണ്. 65 ചിക്കൻ 65 ബിരിയാണി. അൽ മുസ്തഫന്ന്. ഏത് സൈറ്റാണ്? സൊമാറ്റോന്ന് ഓർഡർ ചെയ്ത് നമ്മള്. അങ്ങനെ കുഞ്ഞു പീസ് കുറേ ചിക്കൻ ഉണ്ടാവും. കണ്ടോ? അതാണ് ചിക്കൻ 65. പിന്നെ ഈ കവറിൽ നമുക്ക് വേസ്റ്റ് ഇടാം. പിന്നെ വന്ന് കണ്ണ് പൊത്താ കണ്ടു. ഇത് സൂം ചെയ്യാൻ പറ്റൂല. കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. പറ്റില്ലേ? കണ്ണ് നോക്ക്. ഒരു കണ്ടോ? കുറച്ച് സൂം ചെയ്യാൻ, കുറച്ചേ പറ്റുള്ളൂ സൂം ചെയ്യാൻ. ഇനി സൂം ചെയ്യണം. ഇന്ന് മെയ് 19. നാളെയാണ് RM എക്സാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷ് ഓൾ 4 യൂണിറ്റ്സ് ഓഫ് RM എന്നൊക്കെ പറഞ്ഞൊരു മോട്ടിവേഷൻ ആക്കിയിട്ടുണ്ട്. ഇതവിടെ ടൈം ടേബിളൊക്കെ ആക്കിയിട്ടുണ്ട് എങ്ങനെയൊക്കെ പഠിക്കേണ്ടതെന്ന്. ഇവിടെ RMൻ്റെ സിലബസ് കാണാം. റിസർച്ച് മെത്തേഡ്സ് ഇതാണ് പഠിക്കാനുള്ളത്. ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മടുപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ട്. ഇന്ന് റിസർച്ച് മെത്തഡോളജി എക്സാം ആണ്. 3 ദിവസം ലീവ് കിട്ടി റിസർച്ച് മെത്തഡോളജി പഠിക്കാൻ. ഫെയർവെല്ല് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ദിവസം പോയി, ഒരു ദിവസം സ്റ്റാറ്റി കഴിഞ്ഞ് എക്സാം ക്ഷീണം കഴിഞ്ഞതിൻ്റെ അതങ്ങനെ പോയി. ഒരു ദിവസം കൊണ്ട് പഠിച്ചതാണ് റിസർച്ച് മെത്തഡോളജി. ശരിക്കും ഒന്നും ഓർമ്മയില്ല. നമുക്ക് നോക്കാം. ഹന്നയും ജുമാനയും ഫാത്തിമ ഓൾറെഡി പോയി. ഞാൻ പിറങ്ങാൻ നിൽക്കുകയാണ്. 1:15 2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ ഞാൻ റിക്ഷയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. ഇവിടെ എല്ലാവരും പഠിക്കുകയാണ്. നമുക്ക് പഠിക്കാം. റജുല ചൂടാവുന്നുണ്ട്. അല്ല റജുലല്ല, സോറി സഹല. ഇവിടെ ഫുൾ എക്സാം കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷൻസ് ആണ്. നിങ്ങൾക്ക് കാണാം. പെണ്ണൊക്കെ വായ ഇങ്ങനെ പിടിച്ചിട്ട് എഴുതിയ ഇവരൊക്കെ ഭയങ്കര ഡിസ്കഷനാണ്. നിരഞ്ജന സമ്മതിക്കണം, കാരണം കല്യാണം കഴിഞ്ഞിട്ട് കൈ കാണിക്ക്. മൈല ഇന്നലെ ലാൻഡ് ചെയ്തിട്ട് എല്ലോ ഫ്ലൈറ്റിൽ നിന്ന്. എന്നിട്ടും എക്സാം എഴുതുന്ന ഒരു പോരാളി ഫ്രണ്ടാണ് നിരഞ്ജന.
ഇതൊക്കെയാണ് ഓരോരുത്തർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ് എന്താണ് ഏതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. എക്സാം കഴിഞ്ഞു, ഇനി ഒരു എക്സാമും കൂടി ഉണ്ട്, പോസിറ്റീവ് സൈക്കോളജി. അപ്പോൾ എനിക്ക് നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഒരു ഡ്രിങ്ക് മേടിക്കാൻ പോകണം. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മൾ ഡ്രിങ്ക് മേടിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ചോക്ലേറ്റ് ഷേക്ക് കുടിക്കാം. അതാ കാണുന്നതാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതാ കാണുന്ന ബിൽഡിംഗ്. അടുത്ത എക്സാം എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജിയാണ്. നമുക്ക് സിലബസ് കാണാം പോസിറ്റീവ് സൈക്കോളജിൻ്റെ. പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, വല്ല തുടങ്ങണേ ഉള്ളൂ. നാളെയാണ് എക്സാം. സെഷണൽസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ കുറച്ച് നോട്ട്സ് ഉണ്ട്. സെക്കൻഡ് ലെസണിൽ നോട്ടുണ്ട്. തേർഡ് ലെസൺ ആദ്യമായിട്ടാണ് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സോ ഇനി നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ പ്ലാന്. ആകെ 3 യൂണിറ്റേ ഉള്ളൂ. ഇത് എത്രത്തോളം സക്സസ് ആവും നമുക്ക് കണ്ടറിയാം. ഇന്ന് വന്നിട്ട് 21-ാം തീയതിയാണ്. ഞാൻ ഇനിയും കട്ട് ചെയ്തിട്ടില്ല. 17-ാം തീയതി കഴിഞ്ഞു, 18-ാം തീയതി കഴിഞ്ഞു, 19-ാം തീയതി കഴിഞ്ഞു, RM എക്സാം കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു RM എക്സാം. ഇന്ന് 21-ാം തീയതിയാണ്. ഇനി നാളെ പോസിറ്റീവ് സൈക്കോളജി എക്സാം ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. 23-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ പോകണം. കാരണം ജൂൺ തൊട്ട്, ഇത് മെയ് അല്ല, ജൂൺ തൊട്ടിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഫീൽഡിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ക്രിമിനൽ അല്ലെങ്കിൽ ഫോറൻസിക് ഒക്കെ സാർ പഠിപ്പിച്ചിരുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ്. സെക്കൻഡ് സെമസ്റ്ററിലെ അവസാനത്തെ എക്സാം ആണ് പോസിറ്റീവ് സൈക്കോളജി. ഫാത്തിമി, ഹന്നി, ജുമാനൊക്കെ പോയി. അപ്പം ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. കുഴപ്പമില്ല, നന്നായി പഠിച്ചിട്ടുണ്ട്, നന്നായി എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കണു. പിന്നെ അവസാനത്തെ എക്സാം ആവണേൽ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നോക്കാം. ഞാനിപ്പോൾ റിക്ഷയിലിരിക്കുകയാണ്. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് റിക്ഷ എടുക്കാത്തത്. പിന്നെ 15 രൂപയൊക്കെ എടുത്തിട്ടുണ്ട്. എക്സാം 2 മണിക്കാണ്. ഓൾറെഡി 1:05. ഇവർ എടുക്കണില്ല, കാരണം ഇവർക്ക് നഷ്ടമല്ല എന്നെ മാത്രം കൊണ്ടുപോകുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സീനിയേഴ്സ് കുറച്ച് പേരൊക്കെ പോയി. അതിലൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ ഞാനും ഒരു 2-3 ദിവസത്തിൽ ഞാൻ നാട്ടിൽ പോകും. ഇന്റേൺഷിപ്പ് ഉണ്ട് ജൂൺ ജൂലൈ തൃശ്ശൂർ ഗവൺമെൻറ് മെൻ്റൽ ഹോസ്പിറ്റലിൽ. അപ്പോൾ അങ്ങനെ സെമസ്റ്റർ 2 എൻഡ് ചെയ്യുകയാണ്. ഇന്നത്തെ എക്സാം കൂടി കഴിഞ്ഞാൽ. ഡൽഹിയിൽ ഇപ്പോൾ സമ്മറാണ്, ഭയങ്കര ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര ചൂടാണ്. ചൂട് കാറ്റാ വീശുന്നത്. നമ്പർ 7 എത്തി. കൊടുത്ത് നമുക്ക് പോവാം. പോവാണ് നമ്മൾ. ഖാലിബിനെ കാണാം നിങ്ങൾക്ക്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എത്തി. ആരും വന്നിട്ടില്ല, അങ്ങനെ ആരും വന്നിട്ടില്ല. ലാസ്റ്റ് എക്സാം ആണ്. നിരഞ്ജന കരയുന്നുണ്ട് എക്സാം കഴിയുന്നത്. സുന്ദരിയായിട്ടുണ്ടല്ലോ ഒരുങ്ങിയിട്ട്. അൻസിയുണ്ട്, പഠിച്ച അൻസിയ. ഞാൻ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിലെത്തി. ആ ഒരു മൂഡിലാണ്. ഹന എന്നെ പറഞ്ഞ് മോട്ടറാക്കിയിട്ട് നാളെ പോവാൻ. എന്താണ് ക്യാൻസലായി? തക്കല് കിട്ടിയില്ല ഗൈസ്. ഷേ ഇവിടെ നമ്മള് അഡ്മിറ്റ് കാർഡ് ഉണ്ട്. ഹനന്റെ എക്സാമിന് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ ഒക്കെ കാണാം. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഹെഡിങ് മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഭയങ്കര പഠിക്കണം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി റാങ്ക് 1 ഹോൾഡറാണ്. പഠിക്കുന്നത് കണ്ടോ നിങ്ങൾ കാണണം. ഇവിടെ മെഹനാസും യുമ്നിയൊക്കെ ഇരിക്കുന്നുണ്ട്. ജുമാനെ പഠിക്കുന്നത് കണ്ട. ജുമാനെ ഫുള്ള് പഠിച്ചു കഴിഞ്ഞ് അവസാനത്തെ എക്സാമിൽ എന്താ തോന്നുന്നത്? പറ ജുമാന. അവസാനത്തെ എക്സാം ഭയങ്കര സന്തോഷമുണ്ട്. പഠിച്ചോ? പോസിറ്റീവ് സൈക്കോളജി പഠിച്ചോ? പോസിറ്റീവ് പോസിറ്റീവാണ് ഞങ്ങൾ. എക്സാമിനോട് കൂടി ഞങ്ങൾക്ക് പേടിയില്ലാതായി. ഇപ്പൊ നോക്കൂ, സമയം വന്നിട്ട് ഇത്രയായി. 1:50. 2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും ഇങ്ങനെ കയറാൻ പോവാണ്. നമ്മുടെ സീനിയർ ഫഹീം ഖാനെ കാണാൻ വൈവക്ക് വേണ്ടി നിൽക്കുകയാണ്. നാളെ ട്രെയിൻ കയറി പോകും മൂപ്പര്.
നമ്മുടെ എക്സാം കഴിഞ്ഞു. പോസിറ്റീവ് സൈക്കോളജി ഇതവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെഹല എങ്ങനെ ഉണ്ടായിരുന്നു പോസിറ്റീവ് സൈക്കോളജി എക്സാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഷ്ടമായില്ല, ബാക്കി ഇവിടെ ഫുള്ള് ഡിസ്കഷനാണ് എക്സാമിൻ്റെ. എല്ലാവരും എക്സാം കഴിഞ്ഞ സന്തോഷത്തിലാണ്. ആയുഷിൻ്റെ മുഖത്തൊരു ടെൻഷൻ കാണാം. എക്സാം കഴിഞ്ഞിട്ടുള്ളൊരു സമ്മറിൽ കൊടും ചൂടിൽ ഒരു മാങ്ങ ജ്യൂസാണ് ഞാനും ജുമാനും. 50 രൂപയുടെ മാങ്ങ ജ്യൂസാണ്. എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാനും ജുമാനിയും മാംഗോ ജ്യൂസും സ്പ്രിംഗ് റോളും ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.